ബാർക്കോഴ ആരോപണം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന വി.എം. സുധീരൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും ബാർക്കോഴ വിവാദം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനിടയിൽ ന്യൂസ് 18 ചേരുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് വീണ്ടും ഈ ബാർ ഉടമകളുടേതായി ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വി.എം. സുധീരൻ സംശയിക്കുന്നു. കേരളം ഇന്ന് അതിഗുരുതരമായൊരു സാമൂഹ്യ വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ വ്യാപനം കേരളത്തെ അപ്പാടി തകിടം മറിച്ചിരിക്കുകയാണ്. തലമുറകളെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റെന്ത് മേഖലയിൽ എന്ത് നേട്ടമുണ്ടായാലും അതിൻ്റെയൊക്കെ ആ തിളക്കം ഇല്ലാതാക്കി കേരളത്തെ ഒരു ഇരുണ്ട സംസ്ഥാനമായ തലത്തിൽ സംസ്ഥാനം എന്ന നിലയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഇതിന് പരിഹാരം ഉണ്ടാക്കണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, മാഫിയ സംഘങ്ങൾ വളരുന്നു, ഗുണ്ട സംഘങ്ങൾ പെരുകുന്നു, റോഡപകടങ്ങൾ വർദ്ധിക്കുന്നു, കുടുംബസമാധാനം തകരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഇതുപോലെ അക്രമം ഉണ്ടായിട്ടുള്ള മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ്? മദ്യവും മയക്കുമരുന്നുമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ അപകടം തിരിച്ചറിഞ്ഞ് ഈ സർക്കാരിനറിയാം, സർക്കാരിനും കേരളത്തിലെ എല്ലാ ഉത്തരവാദപ്പെട്ടവർക്കൊക്കെ ഈ സംഗതി അറിയാം. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാനും സർക്കാരിൻ്റെ നയങ്ങൾ തിരുത്താനും തെറ്റായ നടപടികൾ പിൻവലിക്കാനും ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് മദ്യവ്യാപനം നടത്താനുള്ള നീക്കമായിട്ടാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഡേ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഡ്രൈ ഡേ ആ ഡ്രൈ ഡേ എടുത്തു കളയുക. നമുക്ക് ആകെ ഇന്ന് മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണമുള്ളത് ആകെ ഒരു സംവിധാനം അത് മാത്രമാണ്. അതെടുത്തു കളയുക. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ വളരെ അഭിമാനകരമായി കരുതുന്ന നമ്മുടെ IT മേഖല വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്, മുന്നോട്ട് വരികയാണ്. ആ മേഖലയിലേക്കും ഈ മദ്യം വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതൊന്നും പെട്ടെന്ന് സംഭവിച്ചതല്ല. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊന്നും തങ്ങൾക്കറിയില്ല, പ്രാരംഭ ചർച്ച പോലും നടത്തിയിട്ടില്ല എന്നൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കണ്ടു. നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാരിൻ്റെ അണിയറയിൽ അവരുടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അണിയറ നീക്കങ്ങൾ, കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ടൂറിസം സെക്രട്ടറി തലത്തിൽ ചർച്ച, ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച. മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നതാണ്. അല്ല, അത് പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ കേന്ദ്രത്തിന്റെ മേൽ പഴിചാരുന്നവരുണ്ട്, സംസ്ഥാനത്തെ മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നവരുണ്ട്. അവിടെ സർക്കാരിന് വരുമാനം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് മദ്യവ്യവസായം. അതിനെ അപ്പാടെ അടച്ചു പൂട്ടുന്ന എന്ന ഒരു നിലപാടിലേക്ക് പോയാൽ അതുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി വലുതായിരിക്കില്ലേ? അത് വളരെ തെറ്റായൊരു കാഴ്ചപ്പാടാണ്. മദ്യത്തിൽ നിന്നും വരുമാനം കൊണ്ട് സർക്കാർ നടത്തുക എന്നുള്ളത്. ഞാൻ തുറന്നു പറയട്ടെ, ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ 3 ഇരട്ടി ഈ മദ്യവ്യാപനം മൂലമുള്ള വിപത്തുകൾ, കെടുതികൾ ഇല്ലാതാക്കാൻ സർക്കാരിന് പരിഹാരമാർഗങ്ങളായി നൽകേണ്ടി വരുന്നുണ്ട്. ഈ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? അതല്ല, ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടുന്ന അതിക്രമങ്ങൾ പെരുകുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് കേരളത്തിൽ തലമുറകൾ തന്നെ എത്ര 10,000 കോടികൾ ചെലവാക്കിയാലും രക്ഷിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിയിരിക്കുന്നു ഈ ലഹരിയുടെ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ സ്വാധീനം. താങ്കൾ കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത എക്സൈസ് മന്ത്രിയായിരുന്ന കെ. ബാബു എടുത്ത തീരുമാനത്തിനെതിരെ താങ്കൾ തന്നെ രംഗത്ത് വരികയും താങ്കൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ നിലപാട് അന്ന് അത്രയും കാർക്കശ്യമുള്ളൊരു നിലപാട് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അന്നത്തെ നിലപാട് എന്റെ ഒരു ദിവസത്തെ നിലപാടല്ല, ഒരു വർഷത്തെ നിലപാടല്ല. ഞാൻ നിയമസഭയിൽ വന്ന കാലം മുതലേ സ്വീകരിച്ചു വന്ന ഒരു നിലപാടിന്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. തന്നെയുമല്ല, ആ സർക്കാരാണ് കെ.പി.സി.സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ബാറുകൾ 730 ബാറുകൾ അടച്ചുപൂട്ടിയത്. അതിന് ചെറിയ തോതിൽ ഒരു കാരണക്കാരനാകാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ജീവിതത്തിൽ സംതൃപ്തിയോടെ കാണുന്നു. കാരണം ആ ബാറുകൾ അടച്ചുപൂട്ടിയിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ദോഷകരമായ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ടൂറിസത്തെക്കുറിച്ചാണ് സർക്കാർ പറയുന്നത്. ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ 730 ബാറുകൾ അടച്ച് കേവലം 29 ബാറുകൾ മാത്രം പ്രവർത്തിച്ചിരുന്ന ആ കാലത്ത് കേരളത്തിൽ ആഭ്യന്തര ടൂറിസം, വിദേശ ടൂറിസം ഒക്കെ, വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കാനുണ്ടായത്, ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കാനുണ്ടായത്, ടൂറിസത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കിട്ടിയ വരുമാനം വർദ്ധിക്കാനുണ്ടായത്. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ 2014-16 കാലത്തെ വാർഷിക അക്കൗണ്ട്സ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എം ബി രാജേഷ് ഇന്ന് പറഞ്ഞതപ്പോൾ കള്ളമാണ് എന്നാണ്. അങ്ങനെ ഒരു ചർച്ച രഹസ്യമായി സർക്കാർ തലത്തിൽ നടത്തി അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്ന് ബോധപൂർവ്വം നടിക്കുന്നുവെന്നാണോ വി എം സുധീരൻ? ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ഇവിടെ വലിയൊരു അജണ്ട. കാരണം UDF സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ, ഈ കേവലം 29 ബാർ മാത്രമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായിരുന്നത്. അതാണ് ഇന്ന് 1000 മാറി. തന്നെയുമല്ല, മറ്റ് കൺസ്യൂമർ ഫെഡ്, പിന്നെ ബീവറേജസ് കോർപ്പറേഷന്റെ ബാറുകൾ, പിന്നെ ഔട്ട്ലെറ്റുകൾ, അതൊക്കെ നിലവിലുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ നയമാണ്. അവരും മദ്യലോബിയും തമ്മിലുള്ള ഒരു ഒത്തുകളി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മദ്യലോബിയും മദ്യ വ്യവസായ ലോബിയുണ്ട്. അവരുമായിട്ട് കൂടി ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ നയങ്ങളൊക്കെ ആവിഷ്കരിച്ച് ജനങ്ങളെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ നയം തിരുത്തണം. ഏതായാലും ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണം. IT മേഖല നമ്മുടെ IT മേഖല അഭിമാനകരമായൊരു മേഖലയാണ്. IT മേഖലയിൽ ഇപ്പോൾ വന്നുള്ള എഫിഷ്യൻസി ഒരു കാരണം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മദ്യവ്യാപനം അവിടേക്ക് വന്നാൽ അവിടുത്തെ നമ്മുടെ നല്ല മിടുക്കന്മാരായ ആളുകളുടെ എഫിഷ്യൻസി പോകും. തന്നെയുമല്ല, അതേക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരുതരം ആബ്സെന്റിസം വർദ്ധിക്കും, സംഘർഷം വർദ്ധിക്കും, അവിടുത്തെ വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി നഷ്ടപ്പെടും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ ആ മേഖലയെ കൂടി നശിപ്പിക്കുക, ചുരുക്കി പറഞ്ഞാൽ കേരളത്തെ സർവനാശത്തിലേക്ക് എത്തിക്കുക എന്നൊരു അജണ്ടയുമായിട്ടാണ് മദ്യവ്യാപന നടപടികളുമായി പിണറായി സർക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ബാർ ലോബിയുമായി മദ്യലോബിയുമായി ഒത്തുകളിയുണ്ട്. അതിന്റെ ഒരു ബഹിർപ്രകടനമാണ് ഇന്നിപ്പോ ചാനലിലൂടെ വന്നിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആരോപണമല്ല. ഇത് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നതാണ്. അല്ലാതെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി ആരും ഉന്നയിച്ച ആരോപണമല്ല. മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നൊരു കാര്യത്തെ ആധാരമാക്കിക്കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിയുടെ നീക്കമായി, സംഘടിതമായ അഴിമതിയുടെ നീക്കമായിരുന്നു ഇതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതേക്കുറിച്ച് ഇപ്പോ വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, ഇത് വിജിലൻസ് അന്വേഷണം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഏജൻസിയും അന്വേഷണം നടത്തിയിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതേക്കുറിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് CBI പോലുള്ള ഏജൻസികളുടെ ഇടപെടൽ ആവശ്യമാണ്. CBI അന്വേഷണം വേണം. സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ സർക്കാർ തന്നെ ഒരു CBI അന്വേഷണത്തിന് വസ്തുതകൾ വെച്ചുകൊണ്ട് തയ്യാറാകുകയാണ് വേണ്ടത്. അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തു വരൂ. അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. എന്തായാലും പഴയ നിലപാടിൽ തന്നെ വി എം സുധീരൻ ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായി കോൺഗ്രസ് ഇപ്പോൾ പൊതുവായി നേതൃത്വം ഒന്നാകെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സർക്കാർ തലത്തിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ബാറുടമകൾ ഇത്തരമൊരു കൂടിയാലോചന നടത്തി പണം പിരിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നതെന്നാണ്. അത് ശരിവെക്കുന്ന പ്രതികരണവുമായാണ് KPCCയുടെ മുൻ അധ്യക്ഷനായിരുന്ന വി എം സുധീരനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.